ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ മുളക് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മുളക് കറി ഉണ്ടാക്കണം നോക്കാം. ഇത് നമുക്ക് ഈ മലക്കറി വാങ്ങുമ്പോൾ ഒരുപാട് മുളക് മിച്ചം വരും, അത് നമുക്ക് വേസ്റ്റ് ആക്കണ്ട. ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു കൂട്ടാനുണ്ടാക്കാം. അതിന് ഞാൻ എണ്ണ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് വെന്തയം ഇട്ട് കൊടുക്കാം. ഇത്രയും ഉഴുന്ന് നമുക്കിട്ട് കൊടുക്കാം. ഈ കരിവേപ്പില ഇട്ട് ഈ മുളകും ഉള്ളിയും ഉള്ളിയും മുളകും നമുക്ക് വടങ്ങിട്ടിട്ടുണ്ട്. ഇതിൽ ചെറുനാരങ്ങ വീതം പുളിയെടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ ഇതിൽ വെച്ച് കരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ ഒഴിച്ചിടാം. കട്ടിക്ക് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടങ്ങി കിട്ടിയിട്ടുണ്ട്. ഉള്ളി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് ഇരുന്ന് നോക്കാം. തിരിച്ച് നമുക്കൊരു 5 മിനിറ്റ് സമയം ഇതായിട്ടുണ്ട്. നല്ലവണ്ണം കുഴകുഴന്ന് നല്ലൊരു മണം, ആ ഉള്ളിയുടെയും ഈ ഉലുവയുടെയും ഈ പച്ചമുളകിൻ്റെ ഒരു നല്ല മണം വരാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ നമുക്ക് ഇത്രയും ശർക്കരപ്പൊടി ഒന്ന് ഇതിലേക്ക് കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ ശർക്കരപ്പൊടി ഇടുന്നത് നമുക്ക് ഈ ഉപ്പ്, ഈ എരിപ്പും ഈ ഉള്ളിയുടെ ഒന്ന് ടേസ്റ്റും പിന്നെ ഈ പുളിപ്പൊക്കെ ചേരുമ്പം ഈ നല്ല എരിപ്പിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ലവണ്ണം ഒന്ന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഒന്ന് അടുപ്പണച്ച് കൊടുക്കാം. സൂപ്പറായ ഒരു മുളക് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 2-3 ദിവസം വച്ചിരിക്കേണ്ടതാണെങ്കിൽ നല്ലെണ്ണയിൽ റെഡിയാക്കണം. ഇല്ല ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീരണമാണെങ്കിൽ ഇത് മതി. ഇതിൽ യഥാർത്ഥ പച്ചവെള്ളം ചേർക്കുകയും ചെയ്യരുത്. പുളി വരെ നമുക്ക് തിളച്ച വെള്ളത്തിൽ വേണം കലക്കിയെടുക്കാൻ. നമുക്കിതെങ്ങനെയെന്ന് ടേസ്റ്റ് നോക്കാം. ഇത് നമുക്ക് ഈ കൂട്ടാനൊന്ന് ചോറിൽ വെച്ച് ടേസ്റ്റ് നോക്കാമോ? ഇങ്ങനെ ഒരു ഉള്ളി, ഒരു മുളക് ഇങ്ങനെ ചൂട് ചോറിൽ വെച്ച്, ഈ ഒരു മുളക് ഇതിൻ്റെ കൂടെ ഈ മുളകിനെ ഒന്ന് ചൂട് ചോറ് നല്ല ചൂടാണ്. ഈ ചൂട് ചോറിൽ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വിരവി നല്ല ടേസ്റ്റ്. ഉപ്പ്, പുളി, എരിപ്പ് എല്ലാം കറക്റ്റായിരിക്കണം. ഇനിപ്പൊക്കെ ചേർന്നപ്പോൾ സൂപ്പറായിരിക്കണം. നിങ്ങളിതുപോലെ ഒരു ദിവസം കഴിച്ച് നോക്കും. താങ്ക് യു.